അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്ലാറ്റി കുഞ്ഞുങ്ങളെല്ലാം ഇട്ടിട്ടുള്ളത് 2 ടബ്ബുകളിലായിട്ടാണ്. തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടബ്ബുകളിൽ കിടന്നിട്ടുണ്ടായിരുന്ന പ്ലാറ്റി കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ഇഷ്യൂ സംഭവിച്ചതിനെ കുറിച്ചായിരുന്നു. സംഭവം ഒന്നുമല്ല, നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. പ്ലാറ്റി കുഞ്ഞുങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വാട്ടർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഡിഫറൻസ് കാരണം അവർ ചത്തുപോകുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ആക്കിയത്. പക്ഷേ വെള്ളം പെട്ടെന്ന് തന്നെ മോശമായിട്ട് മീൻ കുഞ്ഞുങ്ങളെല്ലാം മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. മീനുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടും അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്ന് വലുതായി വരുന്നതുകൊണ്ടും വെള്ളം പെട്ടെന്ന് മോശമായി. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വാട്ടർ ചേഞ്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് മീനുകൾ അധികമൊന്നും ചത്തുപോയില്ല. കുറച്ചൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 എണ്ണമൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ബാക്കി മെജോറിറ്റി എണ്ണവും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് അധികകാലം ഈ മീൻ കുഞ്ഞുങ്ങളെ ആ ഒരു ടബ്ബിൽ വളർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ടബ്ബുകളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടാങ്ക് കുറേ നാൾ മുമ്പ് നമ്മൾ പണിത ടാങ്ക് തന്നെയായിരുന്നു. പിന്നീട് യൂസ് ചെയ്യാതെ അതങ്ങനെയൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ ടാർപോളിൻ ഷീറ്റൊക്കെ ഇറക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ടാങ്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 അടിയാണ്. വീതി വരുന്നത് 2 അടിക്ക് താഴെയാണ്. ഏകദേശം ഒരു 1.5 ഫീറ്റൊക്കെയാണ് ഇതിൻ്റെ വീതി വരുന്നത്. ആഴം എന്ന് പറയുന്നത് ഏകദേശം ഒരു 9-10 ഇഞ്ചാണ് ആഴം വരുന്നത്. ഈ ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ബേസ് ലെയറായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മളെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വേസ്റ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളാണ്. അതിനുശേഷം നമ്മൾ 6x6 90 GS ടാർപോളിൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ മറ്റ് ടാങ്കുകളിലെല്ലാം നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് നമ്മൾ ആദ്യം വിരിച്ചതിന് ശേഷം അതിന് മുകളിലാണ് ടാർപോളിൻ ഷീറ്റ് വിരിക്കേണ്ടത്. നമുക്ക് ടാർപോളിൻ ഷീറ്റിന് ചെറിയൊരു അളവിൻ്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് നമ്മൾ ടാർപോളിൻ ഷീറ്റ് ആദ്യം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ് വിരിച്ചത്. നേരത്തെ നമ്മൾ ക്യാമറ പാൻ ചെയ്ത സമയത്ത് നിങ്ങൾ ആ ഒരു ടാർപോളിൻ ഷീറ്റിൻ്റെ ആ ഒരു എഡ്ജ് കണ്ട് കാണും. നീല നിറത്തിലുള്ള ടാർപോളിൻ ഷീറ്റ് ആയിരുന്നു. 6x6 ആയിരുന്നു, 90 GS ആയിരുന്നു. പിന്നെ നമ്മൾ എയറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീനസ് അക്വയുടെ 2.5 വാട്ടിൻ്റെ എയറേറ്ററാണ്, നമ്മൾ സിംഗിൾ വാൽവ് എയറേറ്ററാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടാങ്കിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ലീക്ക് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്നത് ടാങ്ക് കവർ ചെയ്യാനുള്ള വലയും അതുപോലെ തന്നെ നമ്മൾ മീനുകൾക്ക് ഷെയ്ഡ് കൊടുക്കാനായിട്ടുള്ള തെർമോക്കോളുമാണ്. വല വിരിച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു തെർമോക്കോൾ വെക്കുന്നത്. ഈ ഒരു ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് സൂര്യൻ്റെ പൊസിഷൻ മാറുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തെർമോക്കോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം നിറച്ചിട്ട സമയത്ത് അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മീനുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് മൂലം ഫംഗസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് മീനുകൾ എടുക്കുന്ന ടാങ്കാണ്. ആ ടാങ്കിൽ നിന്ന് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി മീനുകളുള്ള ടാങ്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയസ് എല്ലാം പെട്ടെന്ന് തന്നെ ഈ ഒരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നൈട്രജൻ സൈക്കിളൊക്കെ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അത്യാവശ്യം നല്ല രീതിയിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെയിൻ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ എയറേഷൻ കൊടുത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം കണ്ടീഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എയറേഷൻ ഇതുപോലെ കൊടുത്ത് അത്യാവശ്യം സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളിങ്ങനെ എയറേഷൻ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന 2 ടബ്ബുകളിലാണ് നമ്മുടെ പ്ലാറ്റി കുഞ്ഞുങ്ങൾ ഉള്ളത്. ഈ കാണുന്ന ആദ്യത്തെ ടബ്ബിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുള്ളത്. അതിലാണ് നമുക്ക് ഈ അടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടായത്. എന്നിട്ട് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്ത് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. രണ്ടാമത്തെ ഈ ഒരു ടബ്ബിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം അതിനകത്ത് കുഞ്ഞുങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ ചിലതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓക്സിജൻ്റെ പ്രശ്നം പെട്ടെന്ന് വന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അധികകാലം ഈ പ്ലാറ്റി കുഞ്ഞുങ്ങളെ ഈ ടബ്ബുകളിൽ വളർത്താനായിട്ട് സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി വലിയൊരു സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്തത്. നമ്മുടെ അക്വേറിയങ്ങളിൽ കിടക്കുന്ന വലിയ പ്ലാറ്റികൾ വീണ്ടും ബ്രീഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ കളക്ട് ചെയ്തില്ല. കാരണം ഈ 2 ടബ്ബുകളിൽ തന്നെ നമുക്ക് മീനുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ അതിൽ തന്നെ കിടക്കുകയാണ്. ഈ 2 ടബ്ബുകളിൽ നിന്നും പ്ലാറ്റി കുഞ്ഞുങ്ങളെ നമ്മൾ പുതിയ ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ, നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ 3 ചെറിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ താൽക്കാലികമായിട്ട് ചെടിച്ചട്ടികളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണത്തിനെയാണ് നമ്മൾ ഈ 2
ടബുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോന്നിനെ വെച്ച് നമ്മൾ 2 ടബിലും ഇടാനാണ് പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ 2 ടബുകളിൽ നിന്നും എല്ലാ പ്ലാറ്റി കുഞ്ഞുങ്ങളെയും പിടിച്ചു മാറ്റാം. അപ്പോൾ നമ്മൾ 2 ടബുകളിൽ നിന്നും എല്ലാ പ്ലാറ്റി കുഞ്ഞുങ്ങളെയും പിടിച്ച് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ്, ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്, നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കാറുണ്ട് മീനുകളെല്ലാം. അപ്പോൾ ഇത്രയും പ്ലാറ്റി കുഞ്ഞുങ്ങളാണ് ഈ 2 ടബുകളിലായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചെണ്ണമൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ഓക്സിജൻ്റെ പ്രോബ്ലം വന്ന സമയത്ത് കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. വലിയ വീതി കൂടിയ ടാങ്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മീനുകളെ, അതായത് പ്ലാറ്റി, ഗപ്പി, മോളി തുടങ്ങിയ മീനുകളെല്ലാം ഈസി ആയിട്ട് വളർത്താനും ബ്രീഡ് ചെയ്യാനും സാധിക്കും. ബ്രീഡ് ചെയ്തിറങ്ങുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാനായിട്ട് ഏറ്റവും നല്ലത് വീതി കൂടിയ ടാങ്കുകളാണ്. അതായത് ആഴം കുറവാണെങ്കിലും യാതൊരു ഇഷ്യൂ ഇല്ല, പക്ഷേ വീതിയാണ് ഇത്തരം മീനുകൾക്ക് വേണ്ടത്. കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് വലുതാവണം എന്നുണ്ടെങ്കിൽ വീതി കൂടിയ ടാങ്കുകളാണ് വേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു പ്ലാറ്റി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ചെറുതായി, ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, വലുതും ചെറുതും മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. വലുതായി വരുന്നതിനനുസരിച്ച് ചെറുതിനെ കൊത്തി ഓടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ വലിയ വീതിയുള്ള ടാങ്കുകളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ സ്പ്രെഡായി, പല സ്ഥലങ്ങളിൽ സ്പ്രെഡായി നിന്ന് അവർ രക്ഷപ്പെട്ട് ഫുഡ് കഴിച്ച് വലുതായിക്കോളും. അതാണ് വീതി കൂടിയ ടാങ്കുകളുടെ ഒരു അഡ്വാൻറ്റേജ്. ഇത്തരത്തിലുള്ള മീനുകളെ വളരെ ഈസി ആയിട്ട് തന്നെ വളർത്തി വലുതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മീനുകളെല്ലാം നമ്മുടെ പുതിയ ടാങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സൊക്കെ ഇവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വെള്ളം പ്രോപ്പറായിട്ട് അങ്ങ് കണ്ടീഷനായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഏകദേശം 1.5 ദിവസമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു കണ്ടീഷനോട് അഡാപ്റ്റ് ആവാനായിട്ട് ചില മീനുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ മുകളിൽ തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് വല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, സ്ട്രെസ്സ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോൾ മുകളിൽ ഷെയ്ഡായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ പെർമനൻ്റ് ആയിട്ട് ഒരു പകുതി ഭാഗം മറച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് ചില സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ഈ ഒരു ടാങ്കിലേക്ക് ചില സമയങ്ങളിൽ ഡയറക്റ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ പകുതി ഭാഗം പെർമനൻ്റ് ആയിട്ട് തന്നെ മൂടി വയ്ക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാത്ത സമയത്ത് തെർമോക്കോൾ മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് മൊത്തം ടാങ്ക് എക്സ്പോസ് ചെയ്ത് വെച്ചതിന് ശേഷം സൂര്യൻ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് മാത്രം നമ്മൾ തെർമോക്കോൾ വെച്ച് കൊടുക്കണം. അങ്ങനെയും നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലെ സമയങ്ങളിലൊന്നും സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഹാഫ് കവർ ചെയ്ത് കൊടുക്കും. ഇത് നല്ല ചൂടുകാലം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ കെയർ ചെയ്യേണ്ടി വരുന്നത്. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഇത്രയും കെയറൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ടാങ്ക് മൊത്തം ഫുൾ ടൈം നമുക്ക് ഓപ്പൺ ആക്കി തന്നെ വെക്കാം. ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള ചൂട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാം ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവർ ഈ ഒരു ടാങ്കിനകത്ത് സെറ്റായി വരാനായിട്ട് കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും എടുക്കും. ഫുള്ളായിട്ട് സെറ്റായി വരാനായിട്ട് ഒരാഴ്ച എന്തായാലും എടുക്കും. അതോടൊപ്പം തന്നെ വെള്ളം കണ്ടീഷനായിട്ട് വരും വേണം. എയറേഷൻ ഫുൾ ടൈം കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ രാവിലെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് എയറേഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ സമയത്ത് സൂര്യപ്രകാശം ഡയറക്റ്റ് അധികം ഈ ഒരു ടാങ്കിലേക്ക് വരുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ തെർമോക്കോൾ ഫുള്ളായിട്ട് ചിലപ്പോൾ തുറന്നു വയ്ക്കും. നല്ല രീതിയിൽ ചൂടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഹാഫ് ഭാഗം മൂടിക്കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൺലൈറ്റ് ചെറിയ രീതിയിൽ ടാങ്കിലേക്ക് തട്ടുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതിനകത്തുള്ള പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ അത് ഓവർ ടെമ്പറേച്ചറായിട്ട് മാറാനും പാടില്ല. മീൻ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടന്ന് ടാങ്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് ഏറ്റവും ചെറിയ സൈസിലുള്ള പെല്ലറ്റാണ്. നമ്മൾ ബീറ്റ ഫിഷിനൊക്കെ കൊടുക്കുന്ന ആ ഒരു ഏറ്റവും ചെറിയ സൈസിലുള്ള പെല്ലറ്റാണ്. വരും ദിവസങ്ങളിൽ ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്. ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ഫുള്ളായിട്ടൊന്ന് അഡാപ്റ്റ് ആവാനായിട്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും. ആ ഒരു സമയം വരെ ഇവർ പഴയതുപോലെ ഫുഡ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ അവർ കുറേ ഫുഡ് വേസ്റ്റാക്കി ഇടാൻ സാധ്യതയുണ്ട്. അത് വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവുകയും ചെയ്യും. അതുപോലെ തന്നെ അത് മീനുകളെ ഓപ്പോസിറ്റായിട്ട് ബാധിക്കാനാണ് സാധ്യത.
അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് മുൻകൂട്ടി സോൾട്ട് ആഡ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. വെള്ളം കണ്ടീഷൻ ആവുക, അതുപോലെ തന്നെ മീനുകൾ ഈ ഒരു ആംബിയൻസിനോട് അഡാപ്റ്റ് ആവുക, ഈ 2 കാര്യങ്ങളാണ് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു ടാങ്കിൽ സംഭവിക്കേണ്ടത്. എല്ലാം പ്രോപ്പറായി നടക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ടാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റി കുഞ്ഞുങ്ങളെ ഈ ഒരു പുതിയ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.